ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സെപ്റ്റംബർ 29 നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. Q&A എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ഒരുപാട് പേരല്ലെങ്കിലും നമുക്ക് കുറച്ച് പേരൊക്കെ കമൻറ്റ്സ് ഇട്ടിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിൽ അത്ര കമൻറ്റ്സ് അതെനിക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമുക്ക് 15 സംതിങ് കമൻറ്റ്സ് വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് പേര് സെയിം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഇന്ന് ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് കം. ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മൾ ഗിവ് അവേയുടെ വീഡിയോ ഇട്ടിരുന്നു ഒക്ടോബർ 1-ന്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ റൂൾസ് കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം നിങ്ങൾ കമൻറ്റ് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ല എനിക്ക്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള വല്ലതും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതെനിക്കൊരു യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഈ ഒരു വീഡിയോയിൽ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അതേതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചെറുതായിട്ടൊരു പനിയൊക്കെ ഉള്ളതിനാൽ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ നമ്മൾ വീഡിയോ ചെയ്യാണ്. ലെറ്റ്സ് കം. നമ്മുടെ ഗിവ് അവേയുടെ കുറച്ച് പേരൊക്കെ ഇതുപോലെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് പേര് യൂട്യൂബിൽ കമൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു വകയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യുക. പിന്നെ റൂൾസ് കൃത്യമായി ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗിഫ്റ്റൊന്നും നിങ്ങൾക്ക് അങ്ങനെ എത്തില്ല. നമ്മൾ എല്ലാ റൂൾസും ചെയ്ത് നല്ലൊരാൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഈ ടോപ്പ് കമൻറ്റ് അറിയാലോ, എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഓരോ ദിവസം അയച്ചു തരണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലും ചെയ്യണം. കാരണം ഇതിന് ഒക്ടോബർ 18-നാണ്. ഒക്ടോബർ 19 ഈ വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ ഗിവ് അവേ ഇടുള്ളൂ. അപ്പോൾ ഇതിലും കമൻറ്റ് ഇടും കേട്ടോ. നേരത്തെ നിങ്ങൾ അത്ര കണ്ടില്ല തോന്നുന്നുണ്ട്, ബ്രൈറ്റ്നെസ് കൂട്ടിയതുകൊണ്ട്. ഇപ്പോൾ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരോടും പറയാം കേട്ടോ ഉള്ള. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ Q&A സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാ നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഫോണിലാണ് ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിക്കണത്. ബുക്കിലോട്ട് എഴുതിയിട്ടൊന്നുമില്ല, നമ്മൾ ഫോണിൽ തന്നെയാണ് കേട്ടോ കണ്ടല്ലേ. ആ ഒരു വീഡിയോ ആണ്, നമ്മൾ Q&A ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അതിലിതാ ഇത്രയോളം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എൻ്റെ ഒരു സെൽഫായിട്ടുള്ളൊരു കാര്യം പറയാം. അതാകുമ്പോഴാണ് ഒരുപാട് പേര് 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. എൻ്റെ പേര് ഫുൾ നെയിം എന്ന് വെച്ചാൽ നിദ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഫാത്തിമ എന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേരുടെ സംശയമാണ്, നിദ എന്ന് മാത്രമാണോ ഫാത്തിമ നിദ എന്നാണോ എന്നൊക്കെയുള്ളത്. വെറും നിദ എന്ന് മാത്രമാണ്. എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് ഞാൻ കുറച്ച് ചെയ്താൽ പറയാം കേട്ടോ. അപ്പോൾ നിദ ഇനീഷ്യൽ വരുന്നത് NV എന്നാണ്. പിന്നെ എൻ്റെ വീട്ടും പേരാണ് NV എന്ന് വെച്ചാൽ നടുവിലെ വളപ്പിലാട്ടോ വീട്ടും പേര്. പിന്നെ ഞാൻ എത്രാം ക്ലാസ്സിലാണെന്നത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. 8ആണോ 9ആണോ അതോ 7ആണോ? അപ്പോൾ ഞാൻ 8ആം ക്ലാസ്സിലാട്ടോ. സ്കൂളിൽ 8ലാണ്, മദ്രസയിൽ 7ആം ക്ലാസ്സിലുമാണ്. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ എന്ന സ്ഥലത്താട്ടോ ഞാനുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നു. ചിലരൊക്കെ കുമരനെല്ലൂരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അറിയുന്നവരൊക്കെ ആയിരിക്കാം. കുമരനെല്ലൂരാട്ടോ. കുമരനെല്ലൂർ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. GHSS കുമരനെല്ലൂർ പറഞ്ഞ സ്കൂളിൽ 8ലെ G എന്ന ഡിവിഷനിലാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ മദ്രസയും കുമരനെല്ലൂർ തന്നെയാണെന്നുള്ളതാണ്. കുമരനെല്ലൂർ തന്നെ നജാത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിക്കുന്നത്. 7ആം ക്ലാസ്സിലാട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്കൂൾ 8, മദ്രസ 7ലാണ്. പിന്നെ സ്ഥലം പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു. പിന്നെ പറയാനുള്ളത് ഫാമിലിയാണ്. എനിക്ക് ഉമ്മ, ഉപ്പ,
ഒരു സിസ്റ്റർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട് കേട്ടോ. മൂത്തത് താത്തയാണ്, രണ്ടാമത്തതാണ് ഇക്കാക്ക, ആൻഡ് തേർഡ് വൺ മീ, ഞാനാട്ടോ. അപ്പോൾ ചെറിയ ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറുമ്പുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി വീഡിയോയിൽ വന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ പറയുകയാണ്. അഥവാ ക്വസ്റ്റ്യൻസ് വന്ന് നമുക്കൊന്നുകൂടി പറയാം കേട്ടോ. ഗൈസ് സൗണ്ട് പോകുന്നു, ചെറിയതിൽ തൊണ്ട എനിക്കിട്ട് ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഉപ്പ എവിടെ, ഇത് ഞാൻ ഇതിൽ നോക്കിയിട്ടല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതാക്കിയതാണ്. നമ്മളെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഇതിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ ഉപ്പ എവിടെയാണെന്നുള്ളതാണ്, ഗൾഫിലാണോ നാട്ടിലാണോ എന്നുള്ളതാണ്. അപ്പോൾ ഉപ്പ ഗൾഫിലാട്ടോ, ഗൾഫിലെ ഡ്രൈവറാണ്. പിന്നെ ഉപ്പയുടെ പേരെന്താ വെച്ചാൽ അബ്ദുൽ നാസർ എന്നാട്ടോ, അബ്ദുൽ നാസർ NV. ഇവിടെ ഞാൻ കൊടുത്തേക്കാട്ടോ പേരൊക്കെ. അപ്പോൾ ഉപ്പ ഗൾഫിൽ ഡ്രൈവറാണ്. കുറച്ച് ദിവസങ്ങൾ മുന്നേ നാട്ടിലുണ്ടായിരുന്നു. സെപ്റ്റംബർ 29 ഗൾഫിലോട്ട് പോയത് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞല്ലോ, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. 2 months ഉപ്പ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉപ്പാനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഉമ്മാനെ കുറിച്ച് പറയാം. ഉമ്മാൻ്റെ പേര് നസീമ എന്നാണ്, നസീമ കെ. അപ്പോൾ ഉമ്മ ഞങ്ങളുടെ ഇവിടുത്തെ കുമരനെല്ലൂർ ബാങ്ക് ഉണ്ട്, ബാങ്കിലെ ഡയറക്ടറാണ് കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടറാണ് ഉമ്മ. പിന്നെ എൻ്റെ സ്കൂളായിട്ടുള്ള GHSS കുമരനെല്ലൂർ സ്കൂളിലെ നമ്മുടെ PTA ഒരു മെമ്പർ കൂടിയാണ്. പിന്നെ അവിടെ വനിതാ ലീഗിലെ സെക്രട്ടറിയാണ്. അപ്പോൾ ഉമ്മ എല്ലാവരും ഇതിലും ഉള്ള ഒരാളാട്ടോ. അപ്പോൾ അവസാനം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫാമിലി പിക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് പറയുകയാണെന്ന് വെച്ചാൽ താത്താനെ കുറിച്ചാണ്. മൂത്താൾ താത്ത കേട്ടോ. അപ്പോൾ താത്താനെ കുറിച്ച് വീഡിയോ നിറഞ്ഞിട്ടുണ്ട്. താത്തനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും. താത്ത എവിടെയാണ്, താത്ത എന്താ എവിടെയാണ്, താത്ത എന്താണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു താത്താനെ റിലേറ്റഡ് ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് തോന്നി കേട്ടോ. അപ്പോൾ താത്താനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ താത്ത ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ B.Pharm ആട്ടോ. B.Pharm ഇപ്പോൾ 2nd year കഴിഞ്ഞു, 3rd year ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലല്ല, കോയമ്പത്തൂരാണ്. അപ്പോൾ ലീവ് കിട്ടുന്ന സമയത്ത് വരും, അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ പുസ്തക പൂജ, ഒരു ആയുധ പൂജ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയതാട്ടോ. അതാത്ത B.Pharm 2nd year, ഇപ്പോൾ 3rd year സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂരാട്ടോ പഠിക്കണത്. ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനായി, അപ്പോൾ അത് പറഞ്ഞു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂരാട്ടോ താത്താടെ കോളേജ് വരുന്നത്, കോയമ്പത്തൂരാണ്. അവരോടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ്, ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് താത്താനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കാക്കാനെ കുറിച്ച് പറയാനുള്ളത്, കാക്ക ഇപ്പോൾ ഇവിടെ അടുത്തുള്ള വാവന്നൂരിലെ ശ്രീപതി കോളേജിലാട്ടോ. അപ്പോൾ താത്ത കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഇക്കാക്ക ഇപ്പോൾ അടുത്താണ്. താത്താൻ്റെ പേര് പറയാൻ പറഞ്ഞല്ലേ. അപ്പോൾ താത്താടെ പേര് നഫിദ ഫർഹാന എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ പേര് വളരെയധികം ചെറിയൊരു പേരാണ്, കാരണം ഈ താത്താടെ പേര് കുറച്ച് വലുതല്ലേ, നഫിദ ഫർഹാന NV. അതൊരു വലിയ പേരായതുകൊണ്ട് എൻ്റെ പേര് വളരെ സിമ്പിളാക്കി നിതായെന്ന് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ താത്താടെ കാര്യം പറഞ്ഞു, താത്താടെ പേര് ഇവിടെ കൊടുത്തേക്ക്. പിന്നെ ഇക്കാക്കയുടെ പേര് മുഹമ്മദ് നാസിഫ് NV എന്നാട്ടോ. എൻ്റെ പേര് മാത്രമാണ് ചെറിയൊരു പേര്. ഉമ്മയുടെ പേരും അത്യാവശ്യം ചെറിയ പേരാട്ടോ. അപ്പോൾ കാക്ക ഇവിടെ വാവന്നൂരിലെ ശ്രീപതി കോളേജിൽ B.Tech എൻജിനീയറിങ്ങിൽ 1st year ആട്ടോ. അപ്പോൾ അതാണ് കാക്കനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഫാമിലിയിലെ എല്ലാവരെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടി വിചാരിക്കുന്നു. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. എന്നെക്കുറിച്ച് മനസ്സിലായല്ലോ, എത്രയിലാന്ന് പറഞ്ഞു. ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇതിൽ വന്നിട്ടുള്ളതാണ്, എത്ര വയസ്സാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ പറയാത്തത്. നമുക്ക് ആ വീഡിയോയിൽ തന്നെ പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഓക്കെ, Q&A. അപ്പോൾ നമുക്കിതിൽ ഓരോ ക്വസ്റ്റ്യൻസായി തുടങ്ങാം. അപ്പോൾ ലെറ്റ്സ് കം. ഓക്കെ, അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതും ഇനി കൂടുതലാണെന്ന് അറിയില്ല. എന്തായാലും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ബൈ.